السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളെ സംബന്ധിച്ചുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആരോഗ്യനില വളരെ പ്രയാസത്തിലാവുകയും ക്ഷീണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയും ചെയ്യുകയുണ്ടായി. അവിടുത്തെ രോഗാവസ്ഥയിലും പല വസിയ്യത്തുകളും പല ഉപദേശങ്ങളും ഈ സമുദായത്തോട് അവിടുന്ന് നൽകിയത് നാം മനസ്സിലാക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, അഖ്രിജുൽ മുശ്രിക്കീന മിൻ ജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് മുശ്രിക്കുകളെയെല്ലാം പുറത്താക്കണം. ശിർക്കിനോടുള്ള, ശിർക്ക് ചെയ്യുന്നവരോടുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കടുത്ത അമർഷം, ശിർക്കിന്റെ ഗൗരവം, എന്തുമാത്രം വലിയ അപരാധമാണ് മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിനുള്ള മുന്നറിയിപ്പ്, അതെല്ലാം ഉൾക്കൊള്ളുന്ന നിലക്കാണ് അവിടുന്ന് പറയുന്നത്, ജസീറത്തുൽ അറബിൽ നിന്ന് മുശ്രിക്കീങ്ങളെ പുറത്താക്കണം, അവർക്ക് ആധിപത്യം നൽകരുത്, അവരധികാരസ്ഥാനത്ത് വരരുത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടുന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വഅജീസുൽ വഫ്ദ ബിനഹ്വി മാ കുൻതു ഉജീസുഹും. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനും അന്വേഷിക്കാനും സത്യാന്വേഷണത്തിനൊക്കെ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വഫ്ദുകൾ, നിവേദക സംഘങ്ങൾ വന്നേക്കും. ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും പല കാര്യങ്ങളും ചോദിച്ചറിയാനുമൊക്കെ വഫ്ദുകളും നിവേദക സംഘങ്ങളുമൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവരോട് പുലർത്തിയിരുന്ന നല്ല സമീപനങ്ങളൊക്കെ നിങ്ങളും പുലർത്തണം. ഞാൻ അവർക്ക് ചില ഹദിയകളും സമ്മാനങ്ങളുമൊക്കെ നൽകാറുണ്ടായിരുന്നു, നിങ്ങളും അത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ അന്വേഷിച്ചു വരുന്നവരെ, സമാധാന പ്രേമികളെ, ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാരായിരുന്നാലും വളരെയേറെ സ്നേഹമാണ് അവരോട് കാണിച്ചത്. സത്യമറിയാതെ സത്യത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ ആളുകൾ തയ്യാറാവട്ടെ എന്ന നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ
ആ നല്ല ഉദാരമായ സമീപനം അവിടുത്തെ ജീവിതത്തിൽ മുഴുവൻ ദൃശ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല കാര്യങ്ങളും ഉപദേശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആരോഗ്യമുള്ള അവസരത്തിലൊക്കെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആരോഗ്യം തീരെ അനുവദിക്കാത്ത ഘട്ടത്തിലാണ് ജമാഅത്തിന് എത്താതിരുന്നിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ജനങ്ങളെയും കൊണ്ട് അവിടുന്ന് തന്നെ കൃത്യമായി മുഴുവൻ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു നമസ്കാരം നിർവഹിച്ചത് ഒരു മഗ്രിബ് നമസ്കാരമായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. സഹാബിമാര് പറയുന്നുണ്ട്, സഹാബ വനിതയായ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, സമിഅ്തു അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിൽ മുർസലാത്തി ഉർഫാ ثم ما صلى لنا بعدها حتى قبضه الله. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് മഗ്രിബിൽ വൽ മുർസലാത്തി ഉർഫ എന്ന് തുടങ്ങുന്ന സൂറത്താണ് പാരായണം ചെയ്തതായി ഞാൻ കേട്ടത്. എന്നിട്ട് ആ മഹദി പറയുകയാണ്, ثم ما صلى لنا بعدها, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി അതിന്റെ ശേഷം ഒരു നമസ്കാരം നമസ്കരിച്ചിട്ടില്ല. ഹത്താ ഖബലഹു അല്ലാഹു, അല്ലാഹു അദ്ദേഹത്തെ വഫാത്താക്കുന്നത് വരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കയോതുന്ന നമസ്കാരം, ജനങ്ങൾ കേൾക്കെ പാരായണം ചെയ്യേണ്ടുന്ന റക്അത്തുകളുള്ള നമസ്കാരത്തിൽ അവിടുന്ന് നമസ്കരിച്ച അവസാനത്തെ നമസ്കാരം മഗ്രിബായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടുന്ന് ആ നമസ്കാരത്തിൽ സൂറത്തുൽ മുർസലാത്താണ് പാരായണം ചെയ്തത് എന്നാണ് അത് കേട്ട സഹാബ വനിതയായ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. നാം മനസ്സിലാക്കുക, മഗ്രിബ് നമസ്കാരത്തിന് ചെറിയ സൂറത്തുകൾ മാത്രമേ ഓതാവൂ എന്നൊരു ധാരണ നമ്മുടെ ചില ആളുകൾക്കിടയിലുണ്ട്. മഗ്രിബ് നമസ്കാരത്തിന് ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ സൂറത്തുകളെ ഓതിക്കൂടൂ എന്നൊരു ധാരണ ആരൊക്കെയോ മനസ്സിലാക്കി വെച്ചതുപോലെ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്ത ഈ സൂറത്തിന് ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിൽ പോലും 50 ആയത്തുകളുണ്ട് അതിന്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 1.5 പേജോളം ആ സൂറത്ത് നീണ്ടു കിടക്കുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പരലോകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച്, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കാനുള്ള അത്യുന്നതമായ സ്വർഗീയ സുഖ സൗകര്യങ്ങളെ കുറിച്ച് എല്ലാം സൂചന പറയുകയും വ്യക്തമാക്കി പറയുകയും അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ സത്യത്തിന്റെ സന്ദേശങ്ങളെ കളവാക്കുന്ന ആളുകൾക്കാണ് സർവനാശവും എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിച്ച ഉറക്കയോടുന്ന നമസ്കാരങ്ങളിൽ അവസാനത്തെ നമസ്കാരത്തിൽ പാരായണം ചെയ്തത് എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജമാഅത്തിനെത്തിയ ഒരു രംഗം സഹാബത്ത് വിവരിക്കുന്നുണ്ട്. അതിദയനീയമായിരുന്നു ആ രംഗം. നാം മനസ്സിലാക്കണം, ഓർമ്മ കിട്ടിയാലും ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിലും പള്ളിയിൽ പോയി തന്റെ സഹാബിമാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമസ്കരിക്കണം എന്നതായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ആശയും ആഗ്രഹവും അതായിരുന്നു. അവിടുന്ന് ആ രംഗത്ത് വളരെയേറെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. എല്ലാ രംഗത്തും അവിടുന്ന് നമുക്ക് മാതൃകയാണല്ലോ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ അവസ്ഥയെ സംബന്ധിച്ച് സഹാബിമാര് പറയുകയാണ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി വരില്ലെന്ന പ്രതീക്ഷയിൽ, നബിക്ക് വരാനാവില്ല, കാരണം സഹാബിമാർക്കെല്ലാം അറിയാം അവിടുന്ന് വളരെ അവശ നിലയിലാണ്, ജമാഅത്തിന് അവിടുന്ന് എത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് ഒരു ളുഹർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനൊരു വല്ലാത്ത വിങ്ങൽ.
അല്പം ഒരാശ്വാസം തോന്നുന്നു അവിടത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരല്പം ആശ്വാസം തോന്നിയപ്പോൾ ഫഖറജ ബൈന റജുലൈനി ലിസലാത്തി ളുഹർ, ആ ളുഹർ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുന്നാര നേതാവ് രണ്ട് സഹാബിമാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വേച്ചു പോവുകയാണ്. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുസല്ലി ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നമസ്കാരത്തിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കാരത്തിന് കൈകെട്ടിയിരിക്കുന്നു. ആ അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പം ആശ്വാസം തോന്നിയിട്ട്, ആശ്വാസം തോന്നിയാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല, ഉടനെ പോവുകയാണ് പള്ളിയിൽ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലെത്തി. ഫലമ്മാ റആഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടപ്പോൾ ദഹബ ലിയതഅഖറ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നത് മനസ്സിലായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം പിന്നോട്ടായാൻ വേണ്ടി ഒരുങ്ങി. സഫിലേക്ക് മാറി നിന്നുകൊണ്ട്, മിഹ്റാബിൽ നിന്ന് സഫിലേക്ക് മാറി നിൽക്കാൻ വേണ്ടി, ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവിടുന്ന് ഉദ്ദേശിച്ചപ്പോൾ ഫഅൗമ ഇലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅല്ലാ യതഅഖർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ആംഗ്യം കാണിച്ചു കൈകൊണ്ട് അവിടെ തന്നെ നിന്നോളൂ, ബിഅല്ലാ യതഅഖർ, പിന്തി നിൽക്കേണ്ടതില്ല, അവിടെ തന്നെ നിന്നോളൂ, നിൽക്കുന്നിടത്ത് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് സഹാബിമാരാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അവരോട് പറഞ്ഞു, അജ്ലിസാനി ഇലാ ജൻബിഹി, അബൂബക്കറിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ എന്നെ ഇരുത്തൂ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതു ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ രണ്ട് സഹാബിമാരും ഇരുത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുമ്പോൾ അവിടുത്തെ ഇടതു ഭാഗത്തിരുന്നു. വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബാക്കിൽ മഅ്മൂമീങ്ങളായ സഹാബിമാർ മുഴുവനും. ഫജഅല അബൂബക്കർ യുസല്ലി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നു. വഹുവ ഖായിമുൻ ബിസലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തുടർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നു. വന്നാസു ബിസലാത്തി അബീ ബക്കറിൻ, ജനങ്ങളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്നുകൊണ്ട് നമസ്കരിക്കുന്നു. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിൽക്കാൻ കഴിവില്ല, അവിടുന്ന് അവശനിലയിൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന തക്ബീർ, അത് ജനങ്ങൾക്ക് കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശബ്ദം ആരോഗ്യം അനുവദിക്കുന്നില്ല. പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന തക്ബീർ ഏറ്റുപറഞ്ഞുകൊണ്ട് ജനങ്ങളെ കേൾപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുത്തെ നമസ്കാരത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന സമയങ്ങളിൽ എത്തുകയാണ്, അവസാന ദിവസങ്ങളിൽ എത്തുകയാണ്. അവിടുത്തെ എല്ലാ ബാധ്യതകളും എല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു തീർക്കുകയാണ്. കീഴിലുണ്ടായിരുന്ന അടിമകളെ മോചിപ്പിച്ചു എന്നും അതുപോലെ തന്നെ ബാക്കിയുണ്ടായിരുന്ന ഏതാനും ദിർഹമുകൾ സദഖ ചെയ്തു എന്നുമൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കാണുന്നു. തന്റെ ആയുധങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് കൈമാറിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പിന്നീട് ഒരു നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിട്ടില്ല. ഒരു നമസ്കാരത്തിന് വേണ്ടിയും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിട്ടില്ല. അവിടുന്ന് പിന്നെ എന്താണ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവസാനത്തെ ദിവസം അനസ് റളിയല്ലാഹു തആല അൻഹു ആ രംഗം വിവരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാന യുസല്ലി ബിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് പുറപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെയും മുമ്പായി മറ്റൊരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ ജനങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരം ഒന്ന് വീക്ഷിച്ച വേളയിൽ ജനങ്ങളോട് പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു ലം യബ്ഖ മിൻ മുബശ്ശിറാത്തിൻ നുബുവ ഇല്ല റുഇയ സ്സാലിഹ യറാഹൽ മുസ്ലിമു ഔ തുറാ ലഹു.
പ്രവാചകൻ അവസാന സമയങ്ങളിലും പല ഉപദേശങ്ങളും പല നിർദ്ദേശങ്ങളും നൽകുകയാണ്. ജനങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഇങ്ങനെ കണ്ടപ്പോ ആ സമയത്തൊരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ജനങ്ങളൊക്കെ ആ ഉപദേശം ശ്രവിക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പറഞ്ഞത്? ഇന്നഹു ലം യബ്ഖ മിൻ മുബശ്ശിറാത്തിൻ നുബുവ്വതി, നുബുവ്വത്തിന്റെ സന്തോഷ സുവിശേഷങ്ങളിൽ നിന്ന് ഇനി ബാക്കിയില്ല, ഇല്ല റുഅ്യ സ്വാലിഹ, നല്ല നല്ല സ്വപ്നങ്ങളല്ലാതെ. അഥവാ സഹാബിമാരോട്, ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, ഇനി ഒരു വഹി വരാനില്ല, ഈ ലോകത്തേക്ക് ഇനി ഒരു വഹി ഇറങ്ങാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ശേഷം ഒരു വഹി വരാനില്ല. അതേ അവസരത്തിൽ ഔദ്യോഗികമായ ഒരു വഹി, ഒരു നബിയായിക്കൊണ്ട് ഇനി ഒരാൾ വരാനില്ല. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലഘട്ടത്തിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് വിധിക്കാൻ വേണ്ടിയാണ്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഔദ്യോഗികമായി ഒരു വഹി എന്ന നിലക്ക്, ഒരു പ്രധാനപ്പെട്ട ആ നിലക്കുള്ള ഒരു ഔദ്യോഗികമായ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഇനി വരാനില്ല. ഇനി എന്തേ സംഭവിക്കുകയുള്ളൂ? ഇല്ല റുഅ്യ സ്വാലിഹ, നല്ല നല്ല സ്വപ്നങ്ങളല്ലാതെ. യറാഹൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യനത് കാണുന്നു. ഔ തുറാലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി മറ്റുള്ളവർ കാണുന്ന സ്വപ്നങ്ങൾ. അതൊരു പക്ഷേ ഇനി നല്ലവരായ ആളുകൾക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായേക്കും. പക്ഷേ അത് 100% സത്യമായി കൊള്ളണമെന്നില്ല. അങ്ങനെ ചിലതൊക്കെ സത്യമായി സംഭവിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയ് കിട്ടുന്നതിന്റെ, അഥവാ നുബുവത്ത് കിട്ടുന്നതിന്റെ, ഹിറാ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന അധ്യായം അവതരിച്ചുകൊണ്ട് ഖുർആൻ അവതരിക്കുന്നതിന്റെ മുന്നോടിയായി 6 മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ പ്രഭാതം വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ പുലർന്നു കാണാറുമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കുള്ള ചില സൂചന എന്നോണം അവിടുന്ന് പറയുകയാണ്, എന്റെ കാലശേഷം ഇനി മുസ്ലിമീങ്ങളായ ആളുകൾക്കിനി ആ നിലക്കൊരു വഹി വരാനില്ല. അതേ അവസരത്തിൽ അവർക്കിനി ഉണ്ടാകുന്നത് ചില സന്തോഷ വാർത്തകളായിരിക്കും. ആ സന്തോഷ വാർത്തകൾ ഒരു സ്വാലിഹായ മനുഷ്യന് അവന്റെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടേക്കും, അല്ലെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യന് വേണ്ടി മറ്റാരെങ്കിലും കണ്ടേക്കും എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. ലോകത്ത് വഹി വാദിച്ചുകൊണ്ട് വന്നിട്ടുള്ള സർവ്വ കള്ളന്മാരെ കുറിച്ചുമുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണത്. വഹി കിട്ടുന്നുണ്ട്, അല്ലാഹുവിങ്കൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്ന കള്ള നുബുവത്ത്വാദികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുമുണ്ടായി, അവിടുത്തെ വഫാത്തിന്റെ ശേഷവുമുണ്ടായി. ഒരുപാട് ദജ്ജാലുകൾ നുബുവത്ത് വാദിച്ചുകൊണ്ട് ലോകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് പലയിടത്തും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് അള്ളാഹു സംസാരിച്ചു, അള്ളാഹു എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സൂഫികളെന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള പല എല്ലാ കള്ളവാദികളുടെയും കള്ളത്തരങ്ങളുടെ മൂരടെറുക്കുന്ന നിലക്കാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അധ്യാപനം. അതാണല്ലോ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ സംഭവം നമ്മൾ പറഞ്ഞില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നപ്പോ അവര് കരഞ്ഞതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞതെന്താണ്? ഇനി വാനലോകത്ത് നിന്ന് വഹി ഇറങ്ങുന്നത് മുറിഞ്ഞുപോയല്ലോ എന്നതോർത്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുകയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും ഒക്കെ കരഞ്ഞ അനുഭവം നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ പല ഉപദേശങ്ങളിൽ, പല കാര്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു എന്നറിയുക. അതോടൊപ്പം ജനങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയല്ലേ, അതിനോടനുബന്ധമായ മറ്റൊരു കാര്യം കൂടി അവിടുന്ന് പറയുകയാണ്. അലാ അറിയണേ, വഇന്നീ നുഹീതു അൻ നഖറഅൽ ഖുർആന റാകിഅൻ ഔ സാജിദാ വഅമ്മ الركوع فعظموا فيه الرب عز وجل وأما السجود فاجتهدوا في الدعاء فقمن أن يستجاب لكم. ഇമാം മുസ്ലിം അതാ അവിടുത്തെ സഹീഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത്. അലാ ജനങ്ങളെ അറിയണേ, ഇന്നീ നുഹീതു, തീർച്ചയായും ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് വിരോധിച്ചിരിക്കുന്നു,
അൻ നഖറഅൽ ഖുർആന റാകിയൻ ഔ സാജിദാ, റുകൂഇലോ സുജൂദിലോ ഖുർആൻ പാരായണം പാടില്ലെന്ന്, റുകൂഇലും സുജൂദിലുമൊന്നും ഖുർആൻ ഓതാൻ പാടില്ലെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ റുകൂഇലും സുജൂദിലുമൊക്കെ ഖുർആൻ ഓതി എന്നോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. റുകൂഉം സുജൂദും ഖുർആൻ ഓതാനുള്ള അവസരമല്ല. വഅമ്മർ റുകൂഉ, റുകൂഉ നിങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ ഫഅള്ളിമൂ ഫീഹി റബ്ബ അസ്സ വജല്ല, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാഹുവിനെ ധാരാളമായി മഹത്വപ്പെടുത്തുക. അതാണ് നമ്മൾ റുകൂഉ ചെയ്യുമ്പോ സുബ്ഹാന റബ്ബിയൽ അദീം, അങ്ങനെ അല്ലാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. വഅമ്മ സുജൂദു, അതേ അവസരത്തിൽ സുജൂദോ ഫജ്തഹിദൂ, നിങ്ങൾ ആ സുജൂദിൽ നിങ്ങൾ വല്ലാതെ അധ്വാനിക്കണം. ഫിദ്ദുആഇ, ദുആന്റെ കാര്യത്തിൽ നിങ്ങൾ അധ്വാനിക്കണം. സുജൂദിൽ മനുഷ്യൻ അധ്വാനിക്കേണ്ടത് പ്രാർത്ഥിക്കാനാണ്. കാരണം എന്തെന്നല്ലേ, ഫഖമിനുൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ ഘട്ടമാണത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഖ്റബു മാ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരമേതെന്ന് ചോദിച്ചാൽ സുജൂദിൽ കിടക്കുന്ന നേരമാണ്. ലോകത്ത് ഒരാളുടെ മുമ്പിലും കുനിക്കാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യന്റെ ശിരസ്, ഒരാളുടെ മുമ്പിലും വെക്കാൻ താല്പര്യമില്ലാത്ത അവന്റെ നെറ്റിത്തടം അല്ലാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് അല്ലാഹുവിനോടുള്ള അടക്കാനാവാത്ത ആ വിനയത്തോടെ ഭക്തിയോടുകൂടി അവന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്ന നേരമുണ്ടല്ലോ, ആ നേരമാണ് അല്ലാഹുവിനോട് ഒരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരം. അതുകൊണ്ട് ആ അവസരത്തിൽ ഫജ്തഹിദൂ, നിങ്ങൾ അധ്വാനിക്കണേ. ഫിദ്ദുആഇ, പ്രാർത്ഥനയിൽ നിങ്ങൾ വല്ലാതെ അധ്വാനിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഫഖമിനുൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഏറെ ഉത്തരം ചെയ്യപ്പെടാൻ അനുയോജ്യമായ ഘട്ടമാണത്. അത് നമ്മൾ മനസ്സിലാക്കണം. സുജൂദിൽ നാം പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക. അവിടുന്ന് സുജൂദിൽ പറയാറുള്ള പ്രത്യേകമായ ധാരാളം ദുആ ദിക്റുകളുണ്ട്. അവിടുന്ന് പ്രത്യേകം പാപമോചനത്തിന്റെ കാര്യം സുജൂദിൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. ദുആ ദിക്റുകൾ വിശദീകരിച്ചപ്പോ നന്നായി നമ്മളത് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്താണ് ആ പറയുന്നത്? അല്ലാഹുവേ, എന്റെ പാപങ്ങൾ മുഴുവനും നീ എനിക്ക് പുറത്തു തരണം. അതിൽ നിസ്സാരമായതും വലുതും, അതുപോലെ തന്നെ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നീയാണല്ലോ അറിയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു, ആദ്യം തൊട്ട് അവസാനം വരെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതൊക്കെ നീയല്ലേ അറിയുന്നവൻ. അതുകൊണ്ട് ആദ്യ പാപവും അവസാന പാപവും അടക്കം എല്ലാം പുറത്തു തരണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ട്. അങ്ങനെ ധാരാളമായി നമുക്കറിയാവുന്ന ദുആകളെല്ലാം നമുക്ക് പറയാം. അതേ അവസരത്തിൽ അന്യഭാഷകളിൽ പറയുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് അത് പറയേണ്ട. ആർക്കും പ്രാർത്ഥനകൾ ഇങ്ങനെ വാരിതായ പ്രാർത്ഥനകൾ പറയാൻ, അഥവാ ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പഠിച്ച് പറയാൻ അറിയില്ലെങ്കിൽ അവൻ സുജൂദിൽ കിടന്നു മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നതാണ് പണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് ഫർദ് നമസ്കാരങ്ങളിലല്ല അവസരം ലഭിക്കുക. ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ ഇമാമിനെ ഫോളോ ചെയ്യുകയാണ്, ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണ്. സുന്നത്ത് നമസ്കാരങ്ങളിൽ രാത്രികളിൽ പകലുമൊക്കെ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുമ്പോ എത്ര നേരം വേണമെങ്കിലും അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. ഫഖമിനുൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ അനുയോജ്യമായ സന്ദർഭമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ ഒരു ഘട്ടത്തിലെ ഉപദേശം. പിന്നെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാര് നമസ്കരിക്കുന്ന നമസ്കാരം അവസാനമായി ഒരു നോക്ക് കാണുകയാണ്. അവിടുന്ന് അവസാനമായിട്ട് നമസ്കാരം കാണുകയാണ്. അപ്പോഴേക്ക് തിങ്കളാഴ്ചയായിട്ടുണ്ട്. തിങ്കളാഴ്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വപൂർണമായ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണ്. ആ തിങ്കളാഴ്ച ദിവസം ഫജ്റിന്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പള്ളിയിലേക്ക് നോക്കുന്നു. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാന യുസല്ലി ബിഹിം, സഹാബിമാരെയും കൊണ്ട് നിസ്കാരത്തിലാണ്. അങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെ സ്വഫിൽ നിൽക്കുകയാണ്. ജനങ്ങളൊക്കെ സ്വഫ് കെട്ടി ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ ഹത്താ ഇദാ കാന യൗമുൽ ഇസ്നൈനി,
തിങ്കളാഴ്ച ദിവസത്തെ സുബഹിയുടെ കാര്യമാണ് പറയുന്നത്. ഫകസഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സിത്രൽ ഹുജറ. അവിടുന്ന് താമസിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുള്ള റൂമിലാണല്ലോ. ആ റൂമിൽ നിന്നാണല്ലോ പള്ളിയിലേക്ക് അവിടുന്ന് കാലെടുത്ത് വെക്കുന്നത്. ആ പള്ളിയുടെയും ആ റൂമിന്റെയും ഇടക്ക് വാതിലിനൊരു കർട്ടനുണ്ട്. ആ കർട്ടൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നീക്കിയപ്പോ അതാ യൻദുറു ഇലൈനാ, സഹാബിമാര് പറയുന്നു, ആ രംഗം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് നോക്കുന്നു. ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വളർത്തിയ സഹാബിമാരതാ ഒരുമയോടെ മദീനത്തെ പള്ളിയിലതാ കൃത്യമായി സ്വഫ് കെട്ടി ഇങ്ങനെ നിൽക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ്. എന്റെ അനുയായികൾ, ഞാൻ പഠിപ്പിച്ച എന്റെ അനുയായികൾ ഒന്നൊഴിയാതെ ഇതാ അല്ലാഹുവിന്റെ മുമ്പിൽ അണിയായിക്കൊണ്ട് ഐക്യത്തോടുകൂടെ നിൽക്കുന്നു. ആ രംഗം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. സഹാബിമാര് പറയുകയാണ്, ആ നേരത്ത് കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫിൻ, ഒരു മുസ്ഹഫിന്റെ ഏട് പോലെ അവിടുത്തെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, തിളങ്ങുകയാണ് ആ മുഖം. നല്ല ശോഭയാർന്ന മുഖമാണ്, പ്രകാശിക്കുന്ന മുഖമാണ്. ആ മുഖത്തിന്റെ ഭംഗിയും ആ മുഖത്തിന്റെ ഗാംഭീര്യവും ആ മുഖത്തിന്റെ സൗന്ദര്യവുമൊന്നും വർണ്ണിക്കാനാവില്ല. അവസാനം സന്തോഷത്തോടെ സഹാബിമാരെ റസൂലുള്ള നോക്കുന്ന നേരത്ത് അവിടുന്ന് എല്ലാവരെയും നോക്കിയൊന്ന് അവസാനമായി പുഞ്ചിരിക്കുന്നു. അവിടുന്ന് പുഞ്ചിരിക്കുന്നു, യദ്ഹകു ചിരിച്ചുകൊണ്ട്. സഹാബിമാര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ ചിരി കാണുകയാണ്, പുഞ്ചിരി പൊഴിക്കുന്ന മുഖം കാണുകയാണ്. ഫഹമംനാ അൻ നഫ്തതിന മിനൽ ഫറഹി ബിറുഇയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വരികയാണോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഞങ്ങളാകെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആകെ കൂടി അസ്വസ്ഥതയായി. ഞങ്ങൾക്ക് നബി തങ്ങൾ വരികയാണോ, മനസ്സൊക്കെ ആ അവസരത്തിൽ പതറിപ്പോയി. സന്തോഷം കൊണ്ട് നബി തങ്ങൾ ആരോഗ്യം കിട്ടിയിരിക്കുന്നു, വരാനുള്ള ഒരുക്കമാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അലാ ഖിബൈഹി ലിയസില സഫ, അല്ലാഹുവിന്റെ റസൂൽ വന്ന് ഇങ്ങോട്ട് കയറി നിന്നോട്ടെ എന്ന നിലക്ക് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നിങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി വിചാരിച്ചു. കാരണം വലന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാരിജുൻ ഇലസ്സലാ, അല്ലാഹുവിന്റെ റസൂൽ ഇതാ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് നിസ്കരിക്കാൻ പുറപ്പെട്ടു വരികയാണല്ലോ എന്നാണ് സഹാബിമാരൊക്കെ വിചാരിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതന്നെ വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കാൻ വിചാരിച്ചത്. ഫഅശാറ ഇലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ആംഗ്യം കാണിച്ചു. അന്നതിമു സ്വലാത്തക്കും, നിസ്കരിച്ചോളൂ, നിസ്കാരം പൂർത്തിയാക്കിക്കോളൂ. ഇതും പറഞ്ഞുകൊണ്ട് ആ കർട്ടൻ അങ്ങ് താഴ്ത്തിയിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതൂഫിയ മിൻ യൗമിഹി, ആ ദിവസത്തിലാണ് പുന്നാര നേതാവ് വഫാത്തായത്. പിന്നെ ഒരു നിസ്കാര സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വന്നിട്ടില്ല. അതിന്റെ മുമ്പേ അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. ഏത് സമയത്താണ് സുബഹിക്ക് ശേഷം വഫാത്തായത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ഒരു ളുഹാ സമയത്ത് ളുഹറായിട്ടില്ല. അതിന്റെ മുമ്പ് ഇളയുച്ച സമയത്താണ്, ളുഹായുടെ സമയത്താണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. മാത്രമല്ല ഓരോ അവസരത്തിലും അവിടുന്ന് ഇങ്ങനെ ആ അന്തിമ സമയത്തും അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ മുസ്ലിമീങ്ങളെ. നിസ്കാരം ചില്ലറയായ കാര്യമല്ല കേട്ടോ. നിസ്കാരം അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണേ. അവിടുന്ന് ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുകയാണ്, ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കീഴിലുള്ള അടിമകളോടൊക്കെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. അടിമകളോട് നന്നായി പെരുമാറണേ, കീഴിലുള്ളവരോട് നന്നായി വർത്തിക്കണേ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിസ്കാരത്തിന്റെ കാര്യവും കീഴിലുള്ള ആളുകളോടുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കാര്യവുമൊക്കെ അവിടുന്ന് അപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചില്ലേ, സൂചിപ്പിച്ചില്ലേ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ തോന്നും പോലെ നമസ്കരിക്കുന്ന ഒരവസ്ഥ ഇന്ന് വന്നുകൂടുന്നു.
എപ്പോഴും നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. വളരെ പ്രയാസപ്പെട്ട നേരത്ത് പോലും പുന്നാര നേതാവ് പള്ളിയിലെത്താൻ സാധ്യതയുണ്ടെങ്കിൽ അവിടുന്ന് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ ഈ അവസാന സമയത്തും കേൾക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്തിമ സമയത്തോട് ഇങ്ങനെ അടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇങ്ങനെ വേദന കഠിനമാവുകയും അവിടുത്തെ രോഗം ഇങ്ങനെ അധികരിക്കുകയും ചെയ്തപ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വാ കർബാബാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വിഷമമാണ്, എന്റെ ഉപ്പ വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ, വല്ലാതെ വേദന അനുഭവിക്കുന്നല്ലോ, എന്റെ ഉപ്പ വല്ലാത്ത പ്രയാസം കാണുന്നുണ്ടല്ലോ എന്ന് മകൾ ഉപ്പയുടെ അരികിലിരുന്നു കൊണ്ട് പറയുമ്പോ അതാ ഫഖാല ലഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, ലൈസ അലാ ബികി കർബുൻ ബഅദൽ യൗം, മോളെ ഫാത്തിമ, ഇന്നത്തെ ദിവസത്തിന്റെ ശേഷം നിന്റെ ഉപ്പാക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇനി ഉപ്പാക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. അവിടുത്തേക്ക് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത്. അവിടുത്തെ മരണം അവിടുന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചു. അവിടുത്തെ മരണസമയം അതാ തീരുമാനിക്കപ്പെട്ടത് അവിടുത്തേക്ക് അറിയിച്ചു. കൃത്യമായി ആ സമയം അവിടുത്തേക്ക് അറിയിക്കപ്പെട്ടു. ആ നിലക്കാണ് അവിടുന്ന് മറുപടി പറയുന്നത്, ഇന്നത്തതിന്റെ ശേഷം നിന്റെ ഉപ്പക്കിനി ഒരു ബുദ്ധിമുട്ടും വരാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മകളോട് പറയുന്നു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അതാ അവസാനത്തെ സമയം എത്തുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്ത്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹു എന്റെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൂഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി വഅന്ന അല്ലാഹ ജമഅ ബൈന റീഖിഹി വരീഖിഹി ഇൻദ മൗതിഹി. അവിടുത്തെ മരണത്തിന്റെ അവസാന ഘട്ടങ്ങളോട് അടുക്കുമ്പോ ആ അനുഗ്രഹം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കിട്ടിയ ഒരു ഭാഗ്യം പറയണവര്, അല്ലാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കണ്ട് അള്ളാന്റെ റസൂല് എന്റെ വീട്ടിൽ വെച്ചാണ് വഫാത്താകുന്നത്. എന്റെ ദിവസത്തിലാണ്, എനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്, ആ ദിവസവും കണക്ക് പ്രകാരം ആ ദിവസത്തിലാണ് വഫാത്തായത്. വബൈന സഹരി വനഹരി, എന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട്, എന്റെ വയറിനോടും നെഞ്ചിനോടും ഒട്ടിക്കിടന്നുകൊണ്ടാണ്, അവിടുത്തേക്ക് ഇങ്ങനെ ചാരിയിരുന്നു കൊണ്ടാണ്, എന്റെ മടിത്തട്ടിലും എന്റെ ആ നിലക്ക് പ്രത്യേകമായ സന്തോഷം അവര് പറയുകയാണ്. മാത്രമല്ല വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ നേരത്ത് എന്റെ തുപ്പ്, എന്റെ ഉമിനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഒരു വലിയ മഹാഭാഗ്യമായി ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. മരണത്തോടടുത്ത അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ എഴുന്നേൽപ്പിച്ചു, പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാറിലേക്ക്, അവിടുത്തെ ഭാഗത്തേക്ക്, മുൻഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് ചാരി വെച്ച് കിടത്തിയിരിക്കുകയാണ്. അവസാനത്തെ കിടത്തമാണത്. ആ കടത്തത്തിലാണ് പറയുന്നത്, എന്റെ ഉമിനീരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരുമാണ് അവസാനമായി ഒന്നിച്ച് വന്നത്. എന്താണ് ആ പറയുന്നത്? താഴെ പറയുന്ന സന്ദർഭത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാകും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. വദഖല അലയ്യ അബ്ദുറഹ്മാൻ അഥവാ എന്റെ ആങ്ങള, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആങ്ങളയാണല്ലോ അബ്ദുറഹ്മാൻ എന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. വബിയദിഹി സിവാകു, അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല ഒരു മിസ്വാക്കുണ്ട്. അബ്ദുറഹ്മാന്റെ കയ്യിൽ മിസ്വാക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ ഇങ്ങനെ മാറോട് ചേർത്തിയിരിക്കുകയാണ്, അങ്ങനെ ചാരിക്കടത്തിയിരിക്കുകയാണ്. ഫറഅയ്തുഹു യൻദുറു ഇലൈഹി, അതാ സമയത്താണ് അബ്ദുറഹ്മാൻ ഇങ്ങനെ കയറി വരുന്നത്. അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആ മിസ്വാക്കിലേക്ക് നോക്കുന്നത് പോലെ അബ്ദുറഹ്മാൻ നോക്കുന്നു, കയ്യിലുള്ള മിസ്വാക്കിലേക്കും നോക്കുകയാണ്. സംസാരിക്കാനെന്നുള്ള പ്രയാസമുണ്ട്, നോക്കുകയാണ്.
ആ നോട്ടത്തിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, വഅറഫ്തു, എനിക്ക് മനസ്സിലായി, അന്നഹു യുഹിബ്ബു സിവാക്ക്, അവിടുന്ന് ബ്രഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, മിസ്വാക്ക് ചെയ്യാൻ ഈ നേരത്തും ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയതുപോലെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ അവസാന സമയത്തുമുള്ള അവസ്ഥ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ആഖുദുഹു ലക, മിസ്വാക്ക് വേണോ നബിയേ, അത് വേണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഫഅശാറ ബിറഅസിഹി അൻഅം, തല ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്ക് മിസ്വാക്ക് വേണം, വായ ഒന്നുകൂടെ വൃത്തിയാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വൃത്തികേടുള്ള വായയായിട്ടല്ല, ലോകത്തിന്റെ മുമ്പിൽ അവിടുന്ന് എപ്പോഴും ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ്. ഏതവസരത്തിലും മുസ്ലിം അതാ ഏത് ഘട്ടത്തിലും നിങ്ങൾ നോക്കിയിട്ടില്ലേ, കാര്യത്തിന് പോകുമ്പോ വുളൂഇന്റെ മുമ്പായി കൊണ്ട് സിവാക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അള്ളാന്റെ മുമ്പിലേക്ക് പോകുമ്പോ എന്തൊരു വൃത്തിയായിട്ടാണ് മുസ്ലിം പോകേണ്ടത്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ അടുത്തേക്ക് പോകുന്നു. അവസാനത്തെ ആ ഒരാഗ്രഹവും അവിടുന്ന് പറയുന്നു, സിവാക്ക് വേണം, മിസ്വാക്ക് വേണം. ഫതനാവൽതുഹു, ഞാനത് കൈമാറി. ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിയിട്ട് റസൂലുള്ളാഹിക്ക് കൈമാറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിക്കാൻ നോക്കുമ്പോ ഫസ്തദ്ദ അലൈഹി, അത് കുറച്ച് കട്ടിയായി കണ്ടു. നല്ല ഉറപ്പുണ്ട്. അപ്പൊ വഖുൽതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, ലയ്യിനുഹു ലക, ഞാനതൊന്ന് മാർദ്ദവപ്പെടുത്തി തരണോ അതൊന്ന് എന്ന് ചോദിച്ചു. ഫഅശാറ ബിറഅസിഹി അൻഅം, അതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല കൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അതേ, ഒന്ന് മാർദ്ദവപ്പെടുത്തി തരൂ. അങ്ങനെ ഫലയ്യൻതുഹു, ഞാനത് മാർദ്ദവപ്പെടുത്തി കൊടുത്തു. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഞാൻ എന്റെ വായിലിട്ടതിങ്ങനെ പല്ലുകൊണ്ട് കടിച്ച് ഇങ്ങനെ അതൊരു മാർദ്ദവത്തിലാക്കി. അങ്ങനെ ഞാനിങ്ങനെ കടിച്ച് ചവച്ച് ഒരു മാർദ്ദവമുള്ള പരുവത്തിലാക്കിയപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൈമാറി. ഫഅമറഹു, അതുകൊണ്ട് നബി ഇങ്ങനെ അവിടുത്തെ പല്ലിങ്ങനെ ആ പല്ലുകളിലൂടെ ആ മിസ്വാക്ക് കൊണ്ടിങ്ങനെ നടത്തുന്നു. അവസാനത്തെ മിസ്വാക്ക് ചെയ്യൽ, അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അതാണ് അവിടുന്ന് പറഞ്ഞത്. അവസാന സന്ദർഭത്തിൽ അവിടുത്തെ ഉമിനീരും എന്റെ ഉമിനീരും കലർന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ മിസ്വാക്കിൽ കടിച്ച് പരുവത്തിലാക്കിയപ്പോ ചേർന്ന ഉമിനീര് അല്ലാഹുവിന്റെ റസൂലിന്റെ വായിലെ ഉമിനീരുമായി ചേർന്നിട്ടുണ്ട്. അതെനിക്കെന്റെ നാഥൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹമാണ്. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകളിൽ ഒരു നിഅമത്ത് തന്നെയാണത് എന്ന് പല അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. നിങ്ങൾ നോക്കൂ, ആ ഘട്ടത്തിൽ വേറെ ഒരു സംഭവം കൂടി ഉണ്ടായതായി നമുക്ക് ഹദീസിൽ കാണാം. മരണത്തിന്റെ വേദനയുടെ ആ ഘട്ടത്തിൽ അപ്പ എന്തും ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒപ്പമുള്ള പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കവിളിൽ ഒരിറക്കം മരുന്നൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അവര് പരിശ്രമിക്കുകയാണ്. കവിളിൽ ഒരിറക്കം മരുന്നൊഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ മരുന്നൊഴിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, അല്ലാ തരുദ്ദൂനി, എനിക്കിപ്പോ മരുന്ന് തരരുത്, എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നിട്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന് വിവരം കിട്ടിയിട്ടുണ്ട്, പോവുകയാണ്. ഇനി എന്ത് ചികിത്സ? അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എനിക്ക് മരുന്ന് തരരുത്, എനിക്ക് മരുന്ന് വേണ്ട. ഫഖുൽനാ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അത് കറാഹിയത്തൽ മരീദി ലിദ്ദവായി, രോഗിക്ക് മരുന്നിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്തിരി മരുന്നും ഒഴിച്ചു കൊടുത്തു. ഫലമ്മാ ഫാഖാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബോധം തെളിഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെയും ചോദിക്കുകയാണ്, അലം അൻഹക്കും അൻ തരുദ്ദൂനി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നിങ്ങൾ എനിക്ക് മരുന്ന് തരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇപ്പോഴും സഹാബിമാര് ഇവിടെ ഭാര്യമാരും ഇവരൊക്കെ പറയുകയാണ്, കറാഹിയത്തൽ മരീദി ലിദ്ദവാ, ഇത് രോഗിക്കും മരുന്നിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ട് പറയുകയായിരിക്കും എന്ന് പറഞ്ഞു. അതത്ര ഗൗരവമാക്കിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യബ്ഖാ ഫിൽ ബൈതി അഹദുൻ ഇല്ലാ ലുദ്ദ വഅനാ അൻദുറു, ഇതായി നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ ആ കൽപ്പന പറഞ്ഞിട്ട് കേൾക്കാത്തവരല്ലേ, ഞാനത് വിരോധിച്ചിട്ട് അത് ചെയ്തവരല്ലേ, അതുകൊണ്ട് ഈ നിൽക്കുന്നവരെ മുഴുവനും മരുന്ന് കുടിപ്പിക്കണം, എല്ലാവർക്കും മരുന്ന് കൊടുക്കണം, ഞാനത് നോക്കി കാണട്ടെ.
ഇവിടെ ഹാജരുള്ളവർക്കൊക്കെ കൊടുക്കണം. എന്താണ് സഹോദരന്മാരെ, അതിലൊരു വലിയ പാഠമുണ്ട്. അതിലൊരു വലിയ പാഠമുണ്ട്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്കിനെങ്ങാനും മറുത്ത് പ്രവർത്തിച്ചാൽ, ഓ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന ഏതെങ്കിലും നിലക്ക് ആരെങ്കിലും അല്പം ഒന്ന് അനുസരണക്കേട് കാണിച്ചു പോയാൽ അത് വളരെ ഗുരുതരമായ പാതകമാണ്. ആ ഘട്ടത്തിലും അവിടുത്തെ കൽപ്പനക്കെതിരെ ചെയ്തില്ലേ? അവിടുത്തെ കൽപ്പനക്കെതിരെ ചെയ്തില്ലേ? ഒരു സദുദ്ദേശമാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് നിൽക്കണം. അവിടുന്ന് പറഞ്ഞിടത്ത് നിൽക്കണം. കാരണം അവിടുത്തേക്ക് വഹ്യ് നിലച്ചിട്ടില്ലല്ലോ. മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹ്യ് തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു അസ്സ വജല്ല താബഅൽ വഹ്യ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല വഫാത്തിഹി ഹത്താ തുഫിയ. അല്ലാഹുവിന്റെ റസൂലിന് വഫാത്തിന്റെ മുമ്പ് അതാ മരണം വരേക്കും വഹ്യ് തുടർന്നിട്ടേ ഉള്ളൂ. മരണം വരേക്കും അത് തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. വാക്സറുമാ കാനൽ വഹ്യു യൗമ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന ദിവസം എത്രയാ വഹ്യ് വന്നത്? ധാരാളം വഹ്യ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സമയത്തും എന്ത് പറയണം, എന്ത് എന്നത് നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അവിടുന്ന് ചെയ്യുകയാണ്. അങ്ങനെ നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ അവസാന സമയം വരെയും വഹ്യ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ ഈ ചരിത്രത്തിൽ നിന്ന് മിസ്വാക്കിന്റെ പ്രാധാന്യം, സിവാക്ക് ചെയ്യുന്നതിന്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഭാര്യമാരുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആദ്യം അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക എന്താണ്? കാന യബ്ദഉ ബിസ്സിവാക്ക്. സിവാക്കാണ് ആദ്യം നിർവഹിച്ചിരുന്നത്. ദന്തശുദ്ധി വരുത്തിയിട്ടാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അടുക്കലേക്കൊക്കെ പ്രവേശിച്ചിരുന്നത്. എപ്പോഴും അവിടുത്തെ ആ ഒരു ശ്രദ്ധ, എപ്പോഴും ആ ഒരു ശ്രദ്ധ സമൂഹത്തിനോട് ഏറ്റവും വലിയൊരു കാര്യമായി വൃത്തിയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര വലിയൊരു പാഠമാണ് അതിലുള്ളത്. അവസാനത്തെ സമയത്തും അവിടുന്ന് അതിനൊരാഗ്രഹം പ്രകടിപ്പിച്ചു, മിസ്വാക്ക് ചെയ്തു ആ ഘട്ടത്തിൽ പോലും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അവസാന സമയത്തോടടുക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇങ്ങനെ മിസ്വാക്കൊക്കെ ചെയ്തു, ദന്തശുദ്ധിയൊക്കെ വരുത്തി. വബൈന യദൈഹി റക്വത്തുൻ ഔ ഉൽബത്തുൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സമീപത്ത്, അതാ അവിടുത്തെ സമീപത്ത് തന്നെ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാഇ. ആ വെള്ളപാത്രത്തിലേക്ക് അവിടുന്ന് തന്റെ കൈകൾ പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് ആ ഇരു കൈകളും കൊണ്ട് ഫയംസഹു ബിഹിമാ. ആ രണ്ട് കൈകളിലും വെള്ളം നനച്ചിട്ട് ആ രണ്ട് കൈകൾ കൊണ്ടും അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം ഇങ്ങനെ തടവുന്നുണ്ട്. യഖൂലു, അതാ അവിടുന്ന് പറയുകയാണ്, പോകുന്ന പോക്കിലെ വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് അവിടുന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് നല്ല വേദനയുണ്ടല്ലോ. മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വജാഅത്ത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. സത്യമാണത്, സത്യമാണത്. ഓരോരുത്തരുടെയും മഹത്വത്തിന്റെയും മേന്മയുടെയും അടിസ്ഥാനത്തിൽ വേദനയുടെ കാഠിന്യമുണ്ടാകും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഏറ്റവും നേരിയ വേദന, ഏറ്റവും നേരിയ വേദന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് അവിടുന്ന് പറയുന്നത്, ഇന്നലിൽ മൗതി സകറാത്ത്. വേദനയുണ്ട് ജനങ്ങളെ, വേദനയുണ്ട് മരണത്തിന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതങ്ങ് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല പിന്നീട് അവിടുന്നതാ കൈ ഇങ്ങനെ നാട്ടിവെക്കുകയാണ്, മുകളിലേക്ക് കൈ ഇങ്ങനെ ചൂണ്ടുകയാണ്, മുകളിലോട്ട് ആ നോട്ടം ഇങ്ങനെ, ദൃഷ്ടി ഇങ്ങനെ മുകളിലോട്ടായി വരികയാണ്. ഫജഅല യഖൂലു, അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഫിർ റഫീഖിൽ അലാ, അത്യുന്നതമായ സ്ഥാനത്തേക്ക്, അത്യുന്നതമായ പദവിയിലേക്ക്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അലാ.
അല്ലാഹുവേ പൊറുക്കണേ, കരുണ ചെയ്യണേ, അത്യുന്നതമായ സഭയെ കൊള്ള ചേർത്ത് തരണേ. ആ ഉന്നതമായ സഭ അതന്നെ വേണ്ടത്, അതന്നെ വേണ്ടത് എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ റഫീഖുൽ അഅ്ല, അത്യുന്നതമായ ആ പദവി, ലോകത്തൊരു മഖ്ലൂഖിനും എത്തിപ്പെടാനാവാത്ത അത്യുന്നതമായ സ്വർഗത്തിലെ ആ പദവി അത് എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയാണ്. ഉയർത്തിവെച്ച കൈ, ചൂണ്ടിയ കൈ, അവസാനം ഇത് പറയുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹ് പോകുന്ന രംഗം ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അങ്ങനെ പോയി അവിടുത്തെ ശ്വാസം നേർത്തു വന്നു. വമാലത്ത് യദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ അങ്ങ് ചാഞ്ഞു. ഉയർത്തിവെച്ചിരുന്ന കൈ പതുക്കെ ചാഞ്ഞങ്ങ് താഴോട്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ലോകത്തു നിന്നുള്ള വിട പറയലായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് ഏറ്റവും ഉത്തമമായ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് അത് പൂർത്തിയാക്കി പോയ അവസാന നിമിഷമായിരുന്നു അത്. മദീനയിൽ ഏറ്റവും വലിയ ചർച്ചയും അതുപോലെ തന്നെ ലോകത്തിന് മുഴുവൻ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ആപത്തും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത്. ഇൻഷാ അല്ലാഹ് വഫാത്തിന്റെ ശേഷമുണ്ടായ സംഭവങ്ങളും അവിടുത്തെ ശറഫാക്കപ്പെട്ട ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അടുത്ത അവസരത്തിൽ സംസാരിക്കാം. റഹ്മർ റഹീമായ നാഥൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സരണിയിലൂടെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് എല്ലാവരേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മഹാഭാഗ്യവാന്മാരായി ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.